ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പെട്ടെന്നൊരു ദിവസം വീട്ടിൽ കുറച്ച് വിരുന്നേരമൊക്കെ കൂടി വന്നപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു സദ്യയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഒന്നും മോശമാക്കിയില്ല കേട്ടോ, ഒക്കെ അങ്ങോട്ട് ഇതാക്കി. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ അടുത്ത് തന്നെ കടയൊക്കെ ഉള്ള കാരണം എപ്പോൾ വേണമെങ്കിലും ആര് വന്നാലും പൈസ ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും കൂടി വന്നപ്പോൾ ഞാൻ ഈ സദ്യയൊക്കെ തട്ടിക്കൂട്ടി എല്ലാവർക്കും വിളമ്പി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കണത് ആദ്യം ആർക്കും മനസ്സിലായിരുന്നില്ല, പിന്നെ ഞാൻ എടുക്കണത് കണ്ടപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവള് മറ്റേ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ, അപ്പോൾ അവർക്ക് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർ എടുക്കുമ്പോൾ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കണ്ടേ, എന്തായാലും വേണ്ടില്ല, നല്ല രസമല്ലേ. ടേബിളൊക്കെ അവിടെ നിർത്തി മാറ്റിയിട്ട് എല്ലാവരും വട്ടത്തിൽ അങ്ങോട്ട് ഇരുത്തിയിട്ട് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറേ കച്ചറ ഡ്രസ്സ് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതൊന്നും ഇപ്പം ആരും കാണണ്ട കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാർ ടേബിളിൽ വെച്ചിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, അവിടെയും പോയിട്ട് വീഡിയോ കൊടുക്കട്ടെ. അപ്പോൾ ഇത് പപ്പടത്തിൻ്റെ അത്രയും വലിപ്പമുള്ള മുഖത്ത് പപ്പടം വെച്ച് മറച്ച് പിടിച്ചിട്ട് വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്നു കേട്ടോ. ഒരാൾ ഇലയുടെ മുമ്പ് നീച്ച് ഓടിട്ടോ. എന്തായാലും വേണ്ടില്ല, എല്ലാവരെയും ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. നല്ല രസമുള്ള ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്തില്ല. അപ്പോൾ എല്ലാം വീഡിയോ എടുത്തോടത്തേക്കും. ഇതെൻ്റെ അമ്മേട്ടോ, എൻ്റെ അമ്മയ്ക്ക് ഒരു വർഷമൊക്കെ ആയിട്ടോ കിടപ്പിലായി പോയി. പിന്നെ ബുദ്ധിക്കും എന്തൊക്കെ തകരാറുകളൊക്കെ പറ്റി ഇപ്പോൾ പാട്ട് പാടലാട്ടോ മെയിൻ ഹോബി. പിന്നെ ഒരു കാര്യങ്ങളും നിശ്ചയില്ല കേട്ടോ, ഫുഡൊക്കെ കഴിക്കാനുള്ളതൊന്നും നിശ്ചയില്ല. നമ്മുടെ കാല് കണ്ടില്ല, ആകെ നീരൊക്കെ വന്ന് വീർത്ത് മുട്ടിയിട്ട്. അങ്ങനെ എന്നാലും അമ്മേനെ അവിടെ കൊണ്ടെത്തി ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ അമ്മേനും വേണ്ട ഒരു എൻജോയ് ചെയ്യിപ്പിക്കുക അല്ലേ. ഇത് നമ്മുടെ അജുക്കുട്ടനാട്ടോ, അജു നല്ല സൂപ്പറാട്ടോ. അവനിങ്ങനെ എപ്പോഴും കളിക്കണം. പിന്നെ ആൾ സൈലൻ്റ് ആട്ടോ, കളിക്കും. പക്ഷെ ഒരുപാട് അങ്ങോട്ട് വർത്തമാനത്തിലേക്കില്ല കേട്ടോ, ആൾ നല്ല കളിയാണ്. പിന്നെ അജു നന്ദു ആരും കൂടി ഇതിലൊക്കെ കളിക്കുന്നുണ്ട്. അത് ഞങ്ങളെ തൊട്ടടുത്തുള്ള പാർക്കാട്ടോ. അപ്പോൾ വീട്ടിൽ ആര് വന്നാലും കുട്ടികളൊക്കെ വന്നാൽ ഈ പാർക്കിലേക്കൊക്കെ പോവാട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ പേടിയുള്ളത് ഒരുപാട് പല വാഹനങ്ങളും പോണ സ്ഥലമാണെന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്കൊന്നും വണ്ടി വരില്ല, പുറത്താണ്. നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയാൽ അപകടമൊന്നുള്ളൂ. എന്തായാലും വീട്ടിൽ വരുന്നവരൊക്കെ പാർക്കിലും പോകും കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ടായാലും ഇതിലൊക്കെ പലതിലും ഫ്രീ ആയിട്ട് അങ്ങനെ കളിക്കാം. പിന്നെ ഞാനൊക്കെ ഇതിലിരിക്കാൻ നോക്കും, സെക്യൂരിറ്റി ചീത്ത പറയും കേട്ടോ, അല്ലെങ്കിൽ ഞാനൊക്കെ ഇരിക്കുന്നത്. പണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഇതിലത്തെ ഏതോ ഒന്നിലിരുന്നിട്ട് ഞങ്ങൾക്ക് ചീത്ത കേട്ടത് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കുള്ളതാണ്, ചേച്ചിമാരെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു കേട്ടോ. ശരി എന്നാൽ.